ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹാൻഡ് ബാഗ് ഡ്രോയിങ്സ് ആണ്. ഫാഷൻ ഡിസൈനിങ് സീരീസിലെ 9ാമത്തെ വീഡിയോ ആണിത്. ബാക്കി വീഡിയോയുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വേണ്ടേ, നമ്മളിവിടെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട്. പെൻസിൽ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഷാർപ്പായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ നമ്മൾ എന്ത് വരച്ചാലും അതിൻ്റെ മുകളിൽ കൂടി ഇട്ട് തന്നെ പിന്നെ വരയ്ക്കാതെയും കൊണ്ട് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ മണ്ടയിൽ കൂടിയാണെങ്കിൽ കുറച്ച് കട്ടിക്ക് വരയ്ക്കാൻ വേണ്ടി വീണ്ടും വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ആണെങ്കിൽ വരയ്ക്കരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് വിട്ടാൽ മാത്രം മതി. തെറ്റിപ്പോവുകയാണെങ്കിൽ നമുക്ക് മായ്ച്ചൊക്കെ അത് പിന്നീടൊന്ന് വരയ്ക്കാനും അങ്ങനെ വരയ്ക്കുന്നതാണ് എളുപ്പം. നമ്മളിന്നിവിടെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റുന്ന ഹാൻഡ് ബാഗ്സ് ആണ് വരയ്ക്കുന്നത്. അത് നമ്മൾ ക്രോക്കീസൊക്കെ വരച്ച് അതിനകത്ത് ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് പോസ്റ്റൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ആക്സസറീസൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹാൻഡ് ബാഗ്സൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇരുന്ന് കാണുക. അപ്പം വേഗം മനസ്സിലാകും. ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ വരയ്ക്കൂ അല്ലെ അങ്ങനെ വരയ്ക്കൂ എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി ബോറുവാണെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പം നമ്മൾ ഈ ഡ്രോയിങ് ചെയ്യുന്നതൊക്കെ മാക്സിമം ആണെങ്കിൽ നമ്മൾ അത് കണ്ടു തന്നെ ഇരിക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടി പിടി കിട്ടും. അതുപോലെ തന്നെ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് മസ്റ്റായിട്ട് ഷെയ്ഡ് കൊടുക്കണം. പെൻസിൽ കൊണ്ട് തന്നെ നമ്മളതിന് ഷെയ്ഡ് കൊടുത്തേക്കുക. ഫസ്റ്റ് വരയ്ക്കുന്ന സമയത്ത് വളരെ ലൈറ്റായിട്ട് വരച്ച് കൊടുക്കുക. കാരണം നമുക്ക് മായ്ക്കണമെങ്കിലൊക്കെ വളരെ ലൈറ്റായിട്ട് വരച്ച് കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അങ്ങനെ വരച്ചെടുത്തതിന് ശേഷം നീറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ലൈനൊക്കെ ഒന്നും കൂടി ഒന്ന് ഡാർക്കാക്കി കൊടുത്തതിന് ശേഷം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് 3-4 ദിവസമായി. എനിക്ക് തൊണ്ടയ്ക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാഞ്ഞത്. ഇപ്പോഴും തൊണ്ടയ്ക്ക് പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോയിൽ പോലും വരാത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണേ. ഇനി നമുക്ക് അടുത്ത ഒരു ബാഗ് വരയ്ക്കാവേ.
അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം വേണ്ടേ നമ്മുടെ ഹാൻഡ് ബാഗ് ഇവിടെ നമ്മൾ വരച്ച് കഴിഞ്ഞിരിക്കുകയാണ്. 5 ഹാൻഡ് ബാഗാണ് നമ്മൾ വരച്ചേക്കുന്നത്. എല്ലാം ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.